സ്ത്രീകൾക്ക് പ്രവേശനം നിരോധിച്ച് വനംവകുപ്പിന്റെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ്. വൈൽഡ് ലൈഫ് വാർഡൻ പുറത്തിറക്കിയ വിവാദ ഉത്തരവിലാണ് സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്ന് വ്യക്തമാക്കുന്നത്. ഹിമാലയവും എവറസ്റ്റും അടക്കം സ്ത്രീകൾ കീഴടക്കുന്ന കാലത്ത് അഗസ്ത്യാർകൂടത്തിൽ പ്രവേശനം നിഷേധിക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ മാസം 15-ന് തുടങ്ങുന്ന അഗസ്ത്യാർകൂടം ട്രക്കിംഗിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കിയ നടപടിയാണ് വിവാദമാകുന്നത്. ട്രക്കിംഗ് സംബന്ധിച്ച് വിവരിക്കുന്ന സർക്കുലറിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രവേശനമില്ലെന്ന് വ്യക്തമാക്കുന്നു. ഒരു ദിവസം 100 പേർക്ക് പ്രവേശനം നൽകുന്ന ട്രക്കിംഗ് മാർച്ച് 7 വരെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം പോലും സ്ത്രീകൾക്ക് സൗകര്യമൊരുക്കിയിട്ടില്ല. വനം വകുപ്പിന്റെ പുതിയ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. എവറസ്റ്റ് വരെ ആൾക്കാർ കീഴടക്കിയിട്ടുണ്ട്, സ്ത്രീകൾ പോയിട്ടുണ്ട്, കണ്ണ് കാണാത്തവർ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിമാലയത്തിൽ കയറുന്നുണ്ട്. അങ്ങനെയെല്ലാം നമ്മുടെ ഇന്ത്യയിലെ ആണും പെണ്ണിനെയും വേർതിരിവ് പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതല്ല ഗൗരവമായിട്ട് ആൾക്കാർ എടുക്കുന്നത്. അതേസമയം അപകട സാധ്യത മുന്നിൽ കണ്ടാണ് സ്ത്രീകളെ ഒഴിവാക്കുന്നതെന്ന് വനം വകുപ്പ് അനൌദ്യോഗികമായി വിശദീകരിക്കുന്നു. എന്നാൽ സർക്കാർ തന്നെ വിവേചനം കാട്ടുന്നത് നീതീകരിക്കാനാകില്ലെന്നാണ് മറുവാദം. സ്ത്രീകളെ ഇതിനകത്ത് വരേണ്ടതില്ല എന്നവർ പറയുമ്പോൾ ഇത് എല്ലാ ഇവിടുത്തെ സംവിധാനങ്ങളും പുരുഷന്മാർക്ക് മാത്രമാണെന്ന് അടിവരയിടുന്നതിന് തുല്യമാണ്. എല്ലാ നിലയ്ക്കും മുന്നോട്ട് ഒരേപോലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെയും 16-ാം നൂറ്റാണ്ടിന്റെ പുറകെ പോകുന്നത് പോലെയാണ് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിലടക്കം സ്ത്രീകളെ പ്രവേശിപ്പിച്ചുകൂടെ എന്ന സുപ്രീം കോടതിയുടെ പരാമർശം പുറത്തു വന്നിരിക്കെ ആചാരം പോലും തടസ്സം നിൽക്കാത്ത അഗസ്ത്യാർകൂടത്തിൽ സ്ത്രീ നിരോധനം സർക്കാർ തന്നെ ഏർപ്പെടുത്തുന്നതാണ് വിചിത്രം. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.